ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എയർ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ എ ബെൽക്കോളിമാൻ സൈക്കിൾ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇപ്പം ബേസിക്കായിട്ട് ആ ബെൽക്കോളിമാൻ സൈക്കിളിനകത്ത് ഉള്ള കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒരു കംപ്രസറുണ്ട്, ഒരു കൂളറുണ്ട്, അതായത് എയറിനെ എന്ത് ചെയ്യുന്നു, എയറിൽ നിന്ന് ഹീറ്റ് റിലീസ് ചെയ്യുന്നു അല്ലേ. എങ്ങോട്ടാണോ റിലീസ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു കൂളറുണ്ട്. സെയിം ഫംഗ്ഷൻ ആസ് ദാറ്റ് ഓഫ് എ കണ്ടൻസർ. ഓക്കെ, ഇവിടെ എയർ ആയതുകൊണ്ട് ഫേസ് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളർ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്തോ കണ്ടൻസേഷൻ പ്രോസസ്സ് അല്ലേ, അതായത് വേപ്പർ ലിക്വിഡ് ആകുന്നു അല്ലേ, അതാണ് കണ്ടൻസേഷൻ. അവിടെ എന്താണ്, ഈ ഹീറ്റ് റിജക്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ ഹീറ്റ് റിജക്റ്റ് ചെയ്യും, പക്ഷേ ഇവിടെ ഫേസ് ചേഞ്ച് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കണ്ടൻസർ എന്ന് വിളിക്കുന്നില്ല, അതിനെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് കൂളർ എന്ന് വിളിക്കുന്നു. അപ്പം ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പ്രോസസ് 2 to 3. അത് കഴിഞ്ഞ് ഒരു എക്സ്പാൻഡർ ഉണ്ട്, ഒരു എക്സ്പാൻഡർ ഉണ്ട്. ആ എക്സ്പാൻഡർ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞു, ഒരു ഐസെൻട്രോപ്പിക് പ്രോസസ്സാണെന്ന് പറയുന്നു അല്ലേ. ദ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ റെഡ്യൂസസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഓഫ് ദി എയർ റെഡ്യൂസസ് നമ്മൾ പഠിച്ചു. അതേപോലെ റെഫ്രിജറേറ്റർ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവാപ്പറേറ്റർ എന്ന് വിളിക്കുന്നില്ല. ഇവാപ്പറേറ്റർ എന്ന് വിളിക്കാത്ത എന്താണ്, ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവാപ്പറേഷൻ പ്രോസസ് അല്ലേ, ലിക്വിഡ് വേപ്പർ ആകും. ഇവിടെ ഫേസ് ചേഞ്ച് ഇല്ല. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇടം അല്ലെങ്കിൽ എവിടെയാണോ കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നത് അതിനെ നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കോൾഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിഗർ കാണുന്ന പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞില്ല, അതായത് ഓപ്പൺ സൈക്കിളുണ്ട്. ഈ ഡയറക്റ്റ് ഈ കോൾഡ് എയർ നമ്മുടെ ചേമ്പറിലേക്ക് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ സൈക്കിൾ എന്നും, അല്ല നമ്മൾ ഈ തണുപ്പിച്ചെടുത്ത എയർ ഒരു ട്യൂബിനകത്തോടെ കടന്നു പോവുകയും ആ ട്യൂബിൽ നിന്നുള്ള തണുപ്പെടുത്തിട്ടാണ് അതിന് ചുറ്റുമുള്ളതിനെ തണുപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ട്യൂബിനകത്തോട് പോകുന്ന എയർ എന്ത് ചെയ്യുന്നു, വേറെ ഏതെങ്കിലും ഫ്ലൂയിഡിൽ നിന്നോ അല്ലെങ്കിൽ ഫുഡിൽ നിന്നോ ഹീറ്റ് വലിച്ചെടുക്കുക അല്ലേ, അങ്ങനെയാണെങ്കിൽ അതിനെ ക്ലോസ്ഡ് സൈക്കിൾ. കാരണം ആ സെയിം എയർ തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ആ എൻറ്റയർ സൈക്കിൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഓപ്പൺ സൈക്കിൾ എന്താ, നമ്മൾ എക്സ്പാൻഡറിൽ നിന്ന് വരുന്ന തണുത്ത എയർ അല്ലേ, ഫോറിൽ നിന്നുള്ള ആ തണുത്ത എയർ എന്ത് ചെയ്യും, ഡയറക്റ്റ് റെഫ്രിജറേറ്ററിലേക്ക് എന്ത് ചെയ്യുക, പമ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിന്ന് സപ്ലൈ ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രിഡ്ജ് ചിലപ്പം തുറക്കുമ്പോഴോ എന്ത് ചെയ്യുന്നു, ആ എയർ എന്ത് ചെയ്യുന്നു, വെളിയിലേക്കൊക്കെ പോകാം അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിലുള്ള എയറിനെ പിന്നെയും സക്ക് ചെയ്യുവാണ് കംപ്രസർ, അതായത് ഓപ്പൺ സൈക്കിളിൽ. പക്ഷേ ഈ ക്ലോസ് സൈക്കിൾ അങ്ങനെയല്ല, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് എയർ ഈസ് എന്താണ്, കംപ്രസ്ഡ്, കൂൾഡ് അല്ലേ, കംപ്രസ്, കൂൾഡ്, എക്സ്പാൻഡഡ് ആൻഡ് ദെൻ സപ്ലൈ ടു ദി റെഫ്രിജറേറ്റർ. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൻ്റെ PV ഡയഗ്രാം TS ഡയഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ബേസിക്കലി എത്ര പ്രോസസ്സ് ഉണ്ട്, 4 പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ, അത് സിമിലർ ടു ദാറ്റ് ഓഫ് എ കാർനോട്ട് സൈക്കിൾ, ഐസെൻട്രോപിക് കംപ്രഷൻ. 2 to 3 എന്താണ് 2 to 3? കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ, കാർനോട്ടിൽ എങ്ങനെയായിരുന്നു, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരുന്നു ഹീറ്റ് റിജക്ഷൻ അല്ലേ. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ, അതാണ് കൂളറിൽ നടക്കുന്നത്. ഓക്കെ, 2 to 3 ആയി. ഇനി 3 to 4 എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് എ കാർനോട്ട് സൈക്കിൾ. ഓക്കെ, ഇനി 4 to 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് യു വിൽ ഗെറ്റ് ദി റെഫ്രിജറേഷൻ എഫക്റ്റ്. അതായത് കോൾഡ് എയർ ഫ്രം ദി എക്സ്പാൻഡർ ഈസ് സപ്ലൈഡ് ടു ദ റെഫ്രിജറേറ്റർ സ്പേസ് where the heat is absorbed at constant pressure, അതാണ് 4 to 1. where the actual refrigeration effect അല്ലെങ്കിൽ റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, 4 to 1 പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി COP ഫോർ ബെൽക്കോളിമാൻ സൈക്കിളിൻ്റെ COP ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, എക്സാമിന് ചോദിച്ച് വരാറുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം 4 പ്രോസസ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ, കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തോ എയറിനെ കൂളാവുക അല്ലേ, എന്ന് പറഞ്ഞാൽ എന്തോ ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ്സ് ഉണ്ടോ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഹീറ്റ് അബ്സോർപ്ഷൻ, അതായത് റെഫ്രിജറേറ്റഡ് സ്പേസിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുക. യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രോസസ്സ് എന്താ, പ്രഷർ റെഡ്യൂസ് ആകുന്നതുകൊണ്ടാണ് അവനെ എന്ത് വിളിക്കുന്നത്, ഈ പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താ, കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് വിളിക്കുന്ന കാരണം എന്താ, ആക്ച്വലി കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ് അല്ല മെൻഷൻ ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്. കാരണം പ്രഷർ കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് എക്സ്പാൻഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇവിടെ അതില്ല. ഓക്കെ,
അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതുമ്പോൾ കറക്റ്റ് ചെയ്തിരിക്കണം. കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ പ്രോസസ് അല്ല, കോൺസ്റ്റൻറ്റ് പ്രഷർ എന്താണ് ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ്, ഹീറ്റ് അബ്സോർപ്ഷൻ പ്രോസസ് ദറ്റ് ഈസ് 4:1 വേർ ദി ആക്ച്വൽ റെഫ്രിജറേഷൻ എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഇവിടെ ഹീറ്റ് അബ്സോർപ്ഷൻ എവിടെയാണ്, ഹീറ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 4:1, ഹീറ്റ് റിജക്ഷൻ എവിടെ 2-3 അല്ലേ. വർക്ക് ഇൻപുട്ട് എവിടെ, കംപ്രസറിലാണ് വർക്ക് ഇൻപുട്ട് അല്ലേ, 1-2 വർക്ക് ഇൻപുട്ട് അല്ലേ. ഇനി വർക്ക് ഔട്ട്പുട്ട് ഉണ്ട് ഇവിടെ, എന്താണ് വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്, കാരണം ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പാൻഡർ ആണ്. എന്താണ് എക്സ്പാൻഡർ, മെക്കാനിക്കൽ ടർബൈൻ, ഒരു ടർബൈൻ പോലെ ഇരിക്കുന്നൊരു എക്യുപ്മെൻറ്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന എയർ വന്ന് തട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ടർബൈൻ കറങ്ങുമ്പോൾ ഒരു വർക്ക് ഔട്ട്പുട്ട് ഉണ്ട് അവിടെ. ഓക്കെ, ഈ എക്സ്പാൻഡറിൽ എന്തുണ്ട്, ഒരു വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, അത് എക്സ്പാൻഡർ എന്ന് വിളിക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്താണ് എക്സ്പാൻഡർ, മെക്കാനിക്കൽ എക്സ്പാൻഡർ. ഈ എക്സ്പാൻഷൻ ഡിവൈസസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, മാറും. എക്സ്പാൻഷൻ ഡിവൈസസിൽ എന്തല്ല, ഈ ഐസെൻട്രോപിക് പ്രോസസ് അല്ല, ഐസ് എൻതാൽപ്പിക്, നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പഠിക്കും, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഈ എക്സ്പാൻഡർ ആയതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്, എന്താണ് ഒരു വർക്ക് ഔട്ട്പുട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതായത് വർക്ക് ഇൻപുട്ട് 1-2 അല്ലേ, ഹീറ്റ് റിജക്ഷൻ എവിടെയാണ്, ഹീറ്റ് റിജക്ഷൻ 2-3, വർക്ക് ഔട്ട്പുട്ട് എവിടെ എക്സ്പാൻഡറിൽ, ഹീറ്റ് അബ്സോർപ്ഷൻ അഥവാ റെഫ്രിജറേഷൻ എഫക്റ്റ് എവിടെയാണ് 4:1. അപ്പോൾ ഇത് 4 എണ്ണവും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, പ്രോസസ് 2ൻ്റെ അവിടെ ഇരിക്കുന്നു കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സിൻ്റെ താഴെ ഇരിക്കുന്നു. നോക്ക്, QR എന്ന് പറഞ്ഞാൽ എന്തുവാ, ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ദി പ്രോസസ്, ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് ദി പ്രോസസ്. ഏത് പ്രോസസ്സിലാണ് 2-3. ഇപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിലെ ഹീറ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർപ്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, MCP/dT. എന്താണ് MCP/dT, MCP/dT. ഓക്കെ, ഐ വിൽ ഷോ യു MCP/dT. ഓക്കെ, അപ്പോൾ എന്താ MCP/dT. ഓക്കെ, ഈ മാസിനെ നമുക്ക് എന്ത് യൂണിറ്റ് മാസ് എടുക്കാം. അപ്പോൾ 1 കിലോഗ്രാം, അപ്പോൾ 1 × CP/dT. അപ്പോൾ ഏത് പ്രോസസ്സിലാണ് ആ പറയുന്ന ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്, 2-3 അല്ലേ, 2-3. അപ്പോൾ എന്തുവാ, ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇതാണ് എന്ത്, എൻ്റെ ഹീറ്റ് റിജക്റ്റഡ്. ഓക്കെ, ഹീറ്റ് റിജക്റ്റഡ് അല്ലെങ്കിൽ എന്താ, പെർ യൂണിറ്റ് കിലോഗ്രാമിലുള്ള ഹീറ്റ് റിജക്ഷൻ, പെർ കിലോഗ്രാമിലുള്ള യൂണിറ്റ് റിജക്ഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന മാസിന് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ ക്യൂവിനെ നമുക്ക് എന്ത് എഴുതാം, MCP/dT എന്ന് എഴുതാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ക്യൂ ഡിവൈഡ് ബൈ M, ക്യാപിറ്റൽ ക്യൂ M = എന്താ, CP/dT. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് ഈ പറയുന്ന Q rejected is equal to CP/dT. കണ്ടോ എഴുതുന്നത്, Q rejected is equal to CP/dT. അതായത് 2-3 പ്രോസസ്സിൽ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, CP × T2 - T3. ഇനി എവിടെയാണ് ഹീറ്റ് അബ്സോർപ്ഷൻ ഉള്ളത്, ഹീറ്റ് ഇൻട്രാക്ഷൻ ഉള്ളത് എവിടെ, 4:1 പ്രോസസ്സ് അല്ലേ. അവിടെയും എന്താണ്, MCP/dT, മാസ് യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ CP × dT 4:1 പ്രോസസ്സില്ല, T1 - T4, ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ, T1 - T4. ഓക്കെ, മനസ്സിലായ, ഡൗട്ട് ഉണ്ടോ അത്? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി വർക്ക് ഡൺ പെർ സൈക്കിൾ എന്നാണ്, വർക്ക് ഡൺ പെർ സൈക്കിൾ. അതായത് ടോട്ടലായിട്ട് ആ സൈക്കിളിലുള്ള വർക്ക് എന്താ, ഒരു ഔട്ട്പുട്ടും ഉണ്ട്, ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലേ. വർക്ക് ഇൻപുട്ട് എവിടെ, ഈ പറയുന്ന കംപ്രസറിൽ, വർക്ക് ഔട്ട്പുട്ട് എവിടെ, ഈ പറയുന്ന എക്സ്പാൻഡറിൽ. ഓക്കെ, അപ്പം വർക്ക് ഔട്ട്പുട്ടും ഉണ്ട്. ഇനി നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന വർക്ക് ഡൺ ബൈ വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രസർ മൈനസ് വർക്ക് ഇൻപുട്ട് ടു ദി എക്സ്പാൻഡർ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോണം. അതായത് താപ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ കാണിക്കാം. ഓക്കെ, അതായത് നെറ്റ് വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ദി കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ദി എക്സ്പാൻഡർ. ഓക്കെ, അപ്പോൾ നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ WC - WE ആണ്. നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ WC - WE, അതായത് വർക്ക് ഡൺ ബൈ ദി കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ദി എക്സ്പാൻഡർ. ആലോചിച്ചോണം, നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന 1 to 2 പ്രോസസ്സ്, അതായത് കംപ്രസറിലെ പ്രോസസ്സ് ഐസെൻട്രോപിക് പ്രോസസ്സ്. എന്താണ് ഐസെൻട്രോപിക്
പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്സ്പാൻഡറിലെ പ്രോസസ്സ് എന്താ, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. എക്സ്പാൻഡറിലെ പ്രോസസ്സ് എന്താണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്താണ്. അവിടെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ദ വർക്ക് നെറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു സി മൈനസ് എന്താണ്, ഡബ്ല്യു ഇ, വർക്ക് ഡൺ ബൈ ദി കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ദി എക്സ്പാൻഡർ, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ റിജക്റ്റഡ് മൈനസ് ക്യൂ അബ്സോർബ്ഡ്. കണ്ടീഷൻ അപ്ലൈഡ് ആണ്. ഇതിങ്ങനെ എഴുതാൻ പറ്റുന്നത് ഒറ്റ കണ്ടീഷനിൽ മാത്രമാണ്. എപ്പോഴാണെന്നറിയോ, വെൻ ഇറ്റ് ഈസ് ഐസെൻട്രോപിക്. അപ്പം ക്വസ്റ്റ്യന് എന്തേലും കാരണത്താൽ ഐസെൻട്രോപിക് അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വർക്കിൻ്റെ അവിടെ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഇക്വേഷൻ എല്ലായിടത്തും വാലിഡാ. ഇനി ഈ വർക്ക് നെറ്റ് എപ്പോഴാണ് ഹീറ്റ് ഇൻട്രാക്ഷൻ്റെ ഡിഫറൻസ് ഈക്വൽ ആവുന്നത്, അത് ഐസെൻട്രോപിക് പ്രോസസ് ആകുമ്പോൾ. ഐസെൻട്രോപിക് പ്രോസസ് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്, മനസ്സിലാക്കിയിരുന്നോണം. ഓക്കെ, അപ്പം നമ്മൾ അസ്യൂം ചെയ്യുവാണ് ദ പ്രോസസ് ഈസ് സെറ്റ് ടു ബി ഐസെൻട്രോപിക്. നമ്മൾ പഠിച്ചതിനകത്തും എന്താ ഐസെൻട്രോപിക് എന്ന് പറഞ്ഞത്, അതാണ് ഐഡിയൽ ആയിട്ടുള്ള സൈക്കിൾ അല്ലേ. അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ്സിൻ്റെ എന്തുവാ, ഈ പറയുന്ന ഐസെൻട്രോപിക് പ്രോസസ് ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നടക്കുന്ന പ്രോസസ് ഐഡിയലായിട്ട് നടക്കുകയാണെങ്കിൽ ഉള്ള COP ആണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ നെറ്റ് വർക്ക് ടൺ പെർ സൈക്കിൾ പെർ കിലോഗ്രാം അല്ലേ, 1 കിലോഗ്രാം ഓഫ് എയറിന് നമ്മൾ 1 കൊടുത്തല്ലേ, പെർ കിലോഗ്രാം ഓഫ് എയറിന് എന്താണ് വർക്ക് ഡൺ, ഞാൻ പറഞ്ഞു WC മൈനസ് WE ആണ്. ഇവിടെ ഐസെൻട്രോപിക് പ്രോസസ് ആണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇവിടെ മൊത്തം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ് കൊടുക്കാം, QR മൈനസ് QA. QRൻ്റെയും QAയുടെ ഇക്വേഷൻ നമ്മൾ മേളിൽ എഴുതി വെച്ചിട്ടില്ലേ, CpT2 മൈനസ് T3 മൈനസ് CpT1 മൈനസ് T4. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡൗട്ട് ഉണ്ടോ? ഇത് ഞാൻ ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പോകണം. എങ്കിലേ ഡെറിവേഷൻ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലായി പോകത്തുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, എഫക്റ്റീവ് ആകത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, എഴുതി പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്നെ എടുത്ത് നേരിട്ട് ചോദിക്കാം. ഓക്കെ, പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കും, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് COP എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഡിസൈഡ് എഫക്റ്റ് ബൈ ഇൻപുട്ട്. ഞാൻ എന്താണോ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബൈ എന്ത് കൊടുത്തിട്ടാണ് എനിക്കിത് കിട്ടുന്നത് അല്ലേ. എന്താണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, റെഫ്രിജറേഷൻ എഫക്റ്റ് അല്ലേ. റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഹീറ്റ് അബ്സോർബ് ചെയ്യണം. അപ്പോൾ QA ആണ് എൻ്റെ റെഫ്രിജറേഷൻ എഫക്റ്റ് അഥവാ ഹീറ്റ് ഡിസൈഡ് എഫക്റ്റ്. ഇനി ഇൻപുട്ട്, എന്താണ് ഞാൻ ഇൻപുട്ടാണ് കൊടുക്കുന്നത്, എന്താണ് നെറ്റ് വർക്ക് ഇൻപുട്ട് അല്ലേ. അതായത് ഞാൻ 10 കംപ്രസറിൽ കൊടുക്കുന്നുണ്ട്, 5 എനിക്ക് എക്സ്പാൻഡറിൽ കിട്ടി. അതാണെങ്കിൽ നെറ്റ് വർക്ക് എത്ര കൊടുത്താൽ മതി, ബാക്കി 5 കൊടുത്താൽ മതി. അപ്പം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, വർക്ക് നെറ്റ്. അത് നിങ്ങൾ ആലോചിച്ചോണം, എക്സ്പാൻഡർ ആയതുകൊണ്ടാണ് ഇവിടെ വർക്ക് ഔട്ട്പുട്ട് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെറ്റ് വർക്ക് ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാ കേസിൽ നമ്മൾ മതിയായിരുന്നു. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇത് എക്സ്പാൻഡർ. അപ്പോൾ എക്സ്പാൻഡർ നമുക്കൊരു വർക്ക് ഔട്ട്പുട്ട് ചെറിയത് കുറച്ച് കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യും, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് അത്രയും കുറച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഇൻപുട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു, വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് വർക്ക് നെറ്റാണ്. അതായത് വർക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, എന്താ നെറ്റ് വർക്ക് ഡൺ ബൈ ദി ഇൻ ദി സിസ്റ്റം അല്ലേ. അകത്തേക്ക് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്തുവാ, വർക്ക് കംപ്രസർ മൈനസ് വർക്ക് എക്സ്പാൻഡർ. ഇനി ഇവിടുത്തെ പ്രോസസ് ഐസെൻട്രോപിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഇറ്റ് ഈസ് ഈക്വൽ ടു Q റിജക്റ്റഡ് മൈനസ് Q അബ്സോർബ്ഡ് അല്ലേ. Q റിജക്റ്റഡ് മൈനസ് Q അബ്സോർബ്ഡ്. അപ്പം നമ്മൾ പറഞ്ഞു COP ഈസ് ഈക്വൽ ടു Q അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് നെറ്റ് ഈസ് ഈക്വൽ ടു P. ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്ന പ്രോസസ് ഏതാണ്, 1 to 4 T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ W നെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഹീറ്റ് റിജക്റ്റൻ്റെയും ഹീറ്റ് അബ്സോർബിൻ്റെയും വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലേ. ഹീറ്റ് റിജക്റ്റൻ്റെ എന്താണ്, CP ഇൻറ്റു T2 മൈനസ് T3. ഹീറ്റ് അബ്സോർബ്ഡ് എന്താണ്, CP ഇൻറ്റു T1 മൈനസ് T4. അതെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഓക്കെ, അതെ, COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ് ബൈ വർക്ക് ടൺ. അപ്പോൾ അതെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, താഴെ കാണുന്നത് T1 മൈനസ് T4 ബൈ T3 മൈനസ് T2 മൈനസ് T1 മൈനസ് T4. CP എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുക, മേളത്തെ ടേമിൽ നിന്ന് T4 കോമ എടുക്കുന്നു, താഴത്തെ ഫസ്റ്റ് ടേമിൽ നിന്ന് T3 കോമ എടുക്കുന്നു, താഴത്തെ രണ്ടാമത്തെ ടേമിൽ നിന്ന് T4 കോമ എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഇക്വേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഐസെൻട്രോപ്പിക് പ്രോസസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ പണ്ട് തെർമൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളതാണ്. ഐസെൻട്രോപ്പിക് പ്രോസസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഓക്കെ, അതായത് PV റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇക്വേഷൻ ഉണ്ട്. അതേപോലെ തന്നെ T1 ബൈ T2 ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ TP റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് TP റേസ് ടു ഗാമ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, TP റേസ് ടു മൈനസ് ഗാമ ബൈ ഗാമ മൈനസ് 1 എന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. T2 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഒരു ഐസെൻട്രോപ്പിക് ആയിട്ടുള്ള പ്രോസസ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷനാണ്. ഇവിടെ ഐസെൻട്രോപ്പിക് പ്രോസസ് ഏതാ, 1 to 2. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യും, T2 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 റേസ് ടു ഗാമ മൈനസ് 1. സിമിലർലി 3 to 4 എന്ന് പറഞ്ഞ എക്സ്പാൻഡറിലെ പ്രോസസ് എന്താണ്, ഐസെൻട്രോപ്പിക് ആണ്. അങ്ങനെയെങ്കിൽ അവിടെ 3 to 4 ആണ്. അപ്പോൾ T3 ബൈ T4 ഈസ് ഈക്വൽ ടു P3 ബൈ P4 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, P2 ഈസ് ഈക്വൽ ടു P3 അല്ലേ, നമുക്ക് P2 ഈസ് ഈക്വൽ ടു P3, അതേപോലെ P1 ഈസ് ഈക്വൽ ടു P4. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ P2 വരെ P2 ബൈ P1, ഇവിടെ P3 വരെ എന്ത് ചെയ്യുക, P2 എന്ന് കൊടുക്കുക, P4 വരെ എന്ത് കൊടുക്കുക, P1 എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഇക്വേഷൻ്റെയും റൈറ്റ് RHS എന്ന് പറഞ്ഞാൽ ഈക്വലാണ്. ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, LHS ഈക്വൽ ആയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ therefore we get T2 ബൈ T1 ഈസ് ഈക്വൽ ടു T3 ബൈ T4. T2 ബൈ T1 ഈസ് ഈക്വൽ ടു T3 ബൈ T4, അഥവാ T2 ബൈ T3 ഈസ് ഈക്വൽ ടു T1 ബൈ T4. അപ്പോൾ എന്ത് ചെയ്യുക, തൊട്ട് മേളിൽ നമ്മൾ COP ഇക്വേഷൻ കണ്ടുപിടിച്ചേക്കുന്ന ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, T2 ബൈ T3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, T1 ബൈ T4. അപ്പോൾ എന്ത് ചെയ്യും, ഹോൾ ഇക്വേഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും T1 ബൈ T4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ. അപ്പോൾ വെട്ടി കളയാം. അപ്പോൾ അവസാനം ബാക്കി എന്ത് കിട്ടും, T4 ബൈ T3 മൈനസ് T4. T4 ബൈ T3 മൈനസ് T4. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, COP of a Bell-Coleman cycle, refrigerator working on the Bell-Coleman cycle is given by T4 by T3 minus T4. ഓക്കെ, അതേപോലെ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കംപ്രഷൻ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, T4 അങ്ങ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ 1 ബൈ T3 മൈനസ് T3 ബൈ T4 മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, 1 ബൈ T3 മൈനസ് T4 മൈനസ് 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന T3 ബൈ T4നെ നമുക്ക് എന്ത് കൊടുക്കാം, P3 ബൈ P4 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ P3 ബൈ P4 തന്നെയാണെന്ത്, P2 ബൈ P1. നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചേക്കോ, P3 ബൈ P4 തന്നെയാണെന്ത്, P2 ബൈ P1. അങ്ങനെയാണെങ്കിൽ P2 ബൈ P1നെ വിളിക്കുന്ന പേരാണ് പ്രഷർ റേഷ്യോ RP, അഥവാ കംപ്രഷൻ റേഷ്യോ RP. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, 1 ബൈ RP റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. COP ഈസ് ഈക്വൽ ടു ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, COP ഈസ് ഈക്വൽ ടു T4 ബൈ T3 മൈനസ് T4 ഓർ 1 ബൈ RP റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് ഓഫ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന RP എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ, P2 ബൈ P1 ആണെന്ത്, ഈ പറയുന്ന RP എന്ന് പറയുന്ന ടേം. RP എന്ന് പറഞ്ഞ ടേം എന്ന് P2 ബൈ P1. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന expression for the COP for a Bell-Coleman cycle, considering that the isentropic expansion and isentropic compression is taking place in the compressor and expander respectively. കംപ്രസറിലും എക്സ്പാൻഡറിലും നടക്കുന്ന പ്രോസസ്സ് ഐസെൻട്രോപ്പിക് ആണെങ്കിൽ ഈ പറയുന്ന COPയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, T4 ബൈ T3 മൈനസ് T4. അപ്പോൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കാൻ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കാണാൻ പഠിക്കുന്നതൊക്കെ എന്ത് ചെയ്യും, മറന്നു പോകും നമ്മൾ, ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ പറയുന്ന TS ഡയഗ്രം നമുക്കറിയാം അല്ലേ, TS ഡയഗ്രം 1 to 2 പ്രോസസ്, 2 to 3, 3 to 4, 4 to 1, 1 2 3 4 അല്ലേ. ഓക്കെ, നമ്മൾ
ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ ഈ 2 പോയിന്റിലാണ് പരിപാടി നടക്കുന്നത് ആലോചിക്കണം. ഓക്കെ, അതായത് ഞാൻ ഓർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഡയഗ്രാം വരയ്ക്കാൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷനിലാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിൽ ഈസി ആയിട്ട് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എഫിഷ്യൻസി അല്ലെങ്കിൽ COP എന്ന് പറയുന്നത് ഈ ലോ ടെമ്പറേച്ചർ T4 ബൈ ദിസ് ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചർ അതായത് T3 മൈനസ് ലോ ടെമ്പറേച്ചർ T4. ഓക്കെ, അപ്പോൾ ഏതാണ് T3 T4 എന്ന് മാറിപ്പോകത്തില്ല. ഇപ്പോൾ T4 എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറയുന്ന റെഫ്രിജറേറ്ററിലേക്ക് കയറുന്ന ഇൻലെറ്റ് ടെമ്പറേച്ചർ. T3 എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടൻസറിൽ നിന്ന് ഇറങ്ങുന്ന ടെമ്പറേച്ചർ. കണ്ടൻസർ അല്ല, കൂളറിൽ നിന്ന് ഇറങ്ങുന്ന ടെമ്പറേച്ചറാണ് എന്ത്, T3. ഓക്കെ, അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻസ്, ഈ പ്രോബ്ലം ചെയ്യാൻ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം മതി എന്ത്, ഈ പറയുന്ന പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, CP/dt എന്ന് പറഞ്ഞ ഇക്വേഷൻ. എന്താണ് CP/dt, അതായത് CP ഇൻറ്റു അപ്പം T2 മൈനസ് T3 അങ്ങനെയുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തു മതി. അതേപോലെ COP ഈസ് ഈക്വൽ ടു എന്താണ്, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ വർക്ക് ഡൺ. ഇനി വർക്ക് ഡൺ നമുക്ക് എന്താണെന്നറിയാം, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ, ഇനി രണ്ടും ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അല്ലാതെ ഇക്വേഷൻസ് ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രോബ്ലങ്ങളായിരിക്കത്തില്ല ചോദിക്കുന്നത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുന്നു, സിമ്പിൾ ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ഈ പറയുന്ന ഫൈനൽ ആൻസറിലേക്ക് എത്താം, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ദ എക്സ്പ്രഷൻ ഫോർ ദ COP ഓഫ് എ Bell-Coleman cycle refrigerator അല്ലെങ്കിൽ എയർ റെഫ്രിജറേറ്റർ വർക്കിംഗ് ഓൺ Bell-Coleman cycle assuming that the isentropic compression and isentropic expansion occurs. Isentropic expansion and isentropic compression happens in the compressor and expander. ഇനി രണ്ടാമതൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു 1 to 2 എന്ന് പറയുന്ന കംപ്രസറിലെ പ്രോസസ് ഐസെൻട്രോപ്പിക് ആണ്. അതേപോലെ 3 to 4 എന്ന് പറഞ്ഞ എക്സ്പാൻഡറിലെ പ്രോസസ്സും ഐസെൻട്രോപ്പിക് ആണ്. അങ്ങനെയാണെങ്കിലാണ് എനിക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ കിട്ടിയത്. ഓക്കെ, ഇനിയും പറയുകയാണ്, അങ്ങനെയല്ലെന്ന് പറയുക, പ്രോബ്ലത്തിൽ പറയുവാണ്, ഇതാ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഡസ് നോട്ട് ഫോളോസ് ഐസെൻട്രോപ്പിക് പ്രോസസ്. ഐസെൻട്രോപ്പിക് അല്ല, പകരം എന്തൊരു പ്രോസസ്സാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഐസെൻട്രോപ്പിക് അല്ല, പകരം എന്താണ്, പോളിട്രോപ്പിക്. എന്താണ്, പോളിട്രോപ്പിക് പ്രോസസ്സാന്ന് പറയുക. ഐസെൻട്രോപ്പിക് അല്ല, പോളിട്രോപ്പിക്. അതായത് PV⁻n ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. n എന്ന് പറഞ്ഞാൽ എന്താണ്, പോളിട്രോപ്പിക് ഇൻഡെക്സ്. നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, PV⁻γ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ ഗാമയുടെ വാല്യൂ എന്തുവാ, 1.4. അപ്പം ഗാമയുടെ വാല്യൂ 1.4 വെച്ച് ബാക്കി എന്ത് വന്നാലും, ഫോർ എക്സാമ്പിൾ PV⁻1.4 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പ്രോബ്ലത്തിൽ തരുക. അങ്ങനെയെങ്കിൽ എന്തൊരു പ്രോസസ്സാണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ PV⁻1.3 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ് എന്തൊരു പ്രോസസ്സാണ്, പോളിട്രോപ്പിക്ക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കംപ്രഷനും എക്സ്പാൻഷനും എന്തൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ എടുത്ത് പറയും എന്താണ്, PV⁻, ഒന്നുകിൽ n ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, വേറെ n ഈസ് ഈക്വൽ ടു ഇത്ര. ഓക്കെ, അല്ലെങ്കിൽ പറയും PV⁻ ഡയറക്റ്റ് 1.2 അല്ലെങ്കിൽ 1.6. ഓക്കെ, 1.4 എന്ന് പറഞ്ഞാൽ മാത്രം എന്താണ്, ഇറ്റ് ഈസ് ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, ഐസെൻട്രോപിക് പ്രോസസ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ നമുക്ക് നോക്കിയിട്ട് നമുക്ക് നിർത്താം. അതായത് എന്ത് ചെയ്യുക, നമ്മൾ പറയുകയാണ് ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഈസ് പോളിട്രോപ്പിക്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു അതായത് വർക്ക് നെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ദി എക്സ്പാൻഡർ. കംപ്രസർ ഏത് പ്രോസസ്സില്ല, 1 to 2 പ്രോസസ്, മൈനസ് എക്സ്പാൻഡർ എവിടെ 3 to 4. അപ്പോൾ ഇവിടെ ഐസെൻട്രോപിക് അല്ല. ഐസെൻട്രോപിക് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹീറ്റിൻ്റെ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്. ഇവിടെ ഐസെൻട്രോപിക് അല്ല, പകരം എന്താണ്, പോളിട്രോപ്പിക്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വർക്ക് ഇൻ ദ കംപ്രസറും വർക്ക് ഇൻ ദി എക്സ്പാൻഡർ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഡിഫറൻസ് എടുക്കുമ്പോഴേ ഈ പറയുന്ന വർക്ക് നെറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന വർക്ക് ഡൺ ഫോർ ദി കംപ്രസർ ഫോർ എ പോളിട്രോപ്പിക് ഇക്വേഷൻ വേണം. ഓക്കെ, അതിന് ഇക്വേഷൻ ഉണ്ട്, n/n-1 ഇൻറ്റു ഏത് പ്രോസസ്സാണ്,
ഏതാ P1 V1 മൈനസ് P2 V2. മനസ്സിലായോ? ഇങ്ങനൊരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഡെറിവേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഹയർ പ്രഷർ P2 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, P2V2 മൈനസ് P1V1. ഓക്കെ, പോസിറ്റീവ് കിട്ടാൻ വേണ്ടി P2V2 മൈനസ് P1V1. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ദ വർക്ക് ഡൺ ബൈ ദി കംപ്രസർ ഈസ് ഈക്വൽ ടു n/n-1 ഇൻറ്റു P2V2 മൈനസ് P1V1. ഓക്കെ, നമുക്കറിയാം PV ഈസ് ഈക്വൽ ടു എന്താ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. PV ഈസ് ഈക്വൽ ടു സ്പെസിഫിക് വോളിയം, PV ഈസ് ഈക്വൽ ടു RT. അങ്ങനെയാണെങ്കിൽ P1V1 എങ്ങനെ എഴുതാം, R1 RT1. ഓക്കെ, P2V2നോ RT2. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, 6 കോമ എടുത്തു കഴിഞ്ഞാൽ T2 മൈനസ് T1, അതായത് P2V2 മൈനസ് P1V1 പകരം നമുക്ക് എന്തെഴുതാം, 6 ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, n/n-1 ഇൻറ്റു R ഇൻറ്റു T2 മൈനസ് T1, അതേപോലെ R ഇൻറ്റു T2 മൈനസ് T3 മൈനസ് T4. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഞാൻ പറഞ്ഞു വർക്ക് ഡൺ ബൈ ദ കംപ്രസർ, നെറ്റ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ കംപ്രസർ മൈനസ് വർക്ക് ഡൺ ബൈ ദ എക്സ്പാൻഡർ. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതാണ് ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്, n/n-1 ഇൻറ്റു R ഇൻറ്റു ആ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പഴയതുപോലെ തന്നെ അറിയാം എന്താണ്, COP ഈസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ് ബൈ വർക്ക് ഡൺ. അപ്പം വർക്ക് ഡൺ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ തൊട്ട് മേളിൽ കണ്ടുപിടിച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു, ഇറ്റ് ക്യാൻ ബി സിംപ്ലി റിട്ടൺ ആസ് ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്. ഇവിടെ അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്താ, ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഈസ് പോളിട്രോപിക്, ഇറ്റ് ഈസ് നോട്ട് ഐസെൻട്രോപിക്. ഓക്കെ, ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇക്വേഷനകത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ പറയുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആറിൻ്റെ വാല്യൂ CP മൈനസ് CV ആണ്. അതേപോലെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, CV ഇൻറ്റു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ആ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എഴുതാൻ പറ്റും. അത് ഡൗട്ട് ഉണ്ടോ, ഞാൻ പറഞ്ഞു തരണോ, പറഞ്ഞാൽ അത് സമയം പോവും, ഞാനത് പറയാം. നമ്മൾ പഠിച്ചില്ലേ, R ഈസ് ഈക്വൽ ടു CP മൈനസ് CV. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്തിൻ്റെ വാല്യൂ വേണ്ടുന്നത്, ആറിൻ്റെ വാല്യൂ. അപ്പം അതേപോലെ നിങ്ങൾക്ക് എന്തറിയാം, CP/CV ഈസ് ഈക്വൽ ടു എന്താ, ഗാമ. CP/CV ഈസ് ഈക്വൽ ടു ഗാമ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് CV ഞാൻ കോമ എടുത്തു. അപ്പം CV കോമ എടുക്കുമ്പോൾ CP/CV വരും ഗാമ മൈനസ് 1. മനസ്സിലായി, അതായത് ഇവിടെ ഒരു CV ഇടുക, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വെളിയിലൊരു CV കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ പറയുന്ന CV പോയി 1 വരും, CP/CV എന്ത് ചെയ്യും, ഗാമ വരും. ഈ വെളിയിലിട്ട CV ഇതാ കിടക്കുന്നത്. മനസ്സിലായോ, അത് കാണാൻ പഠിച്ചാലും മതി നിങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഈ പറയുന്ന ആറിനെ നമുക്ക് എന്ത് എഴുതാം, CP മൈനസ് CV ഈസ് ഈക്വൽ ടു CV ഇൻറ്റു ഗാമ മൈനസ് 1. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, CP/CVക്ക് പിന്നെ നമുക്ക് ഗാമ എന്ന് വരും. ഓക്കെ, CP/CVക്ക് ഗാമ വരും, ഗാമ ഇട്ട് കൊടുത്തു. ഈ ഡെറിവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഒരു പാടുമില്ല, ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ടെക്സ്റ്റിൽ എന്ത് ചെയ്ത് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇക്വേഷൻ കിട്ടും, COP ഈസ് ഈക്വൽ ടു സിമിലർ പഴയ ഇക്വേഷൻ പോലെ തന്നെ കിട്ടും. COP അതാണ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച ഇക്വേഷൻ, നേരത്തെ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ പോലെ, T1 മൈനസ് T4 ബൈ T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4. അപ്പോൾ ആ സെയിം ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പം ചിലപ്പോൾ എക്സാമിന് പറയുന്നത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി COP ഓഫ് എ എന്താണ്, ബെൽകോളിമൻ സൈക്കിൾ വേർ ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഈസ് പോളിട്രോപിക്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇപ്പം നമ്മൾ രണ്ടാമത് ചെയ്തപോലെ. ഇനി അല്ല, ചുമ്മാതെ പറയുക, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദി COP ഓഫ് എ ബെൽകോളിമൻ സൈക്കിൾ എന്ന് ചുമ്മാ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിടം വരെ ചെയ്താൽ മതി. ഓക്കെ, ഏതാ T4 ബൈ T3 മൈനസ് T4 എന്ന ഇക്വേഷൻ ഇല്ലേ, അല്ലെങ്കിൽ 1/RP⁻ ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1, അതാണ് ഈ ഇക്വേഷൻ വരെ. ഇവിടെ വരെ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ ഒരു സെപ്പറേറ്റ് എടുത്ത് പറയുകയാണ്, കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ആർ പോളിട്രോപിക്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ COP കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടം വരെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്, അതിനെന്ത് ചെയ്യുക, എല്ലാവരും അപ്ലോഡ് ചെയ്യുക. ഓക്കെ.